ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജൂസ് കൊസിന. ഇന്ന് നമുക്ക് അവില് വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയെന്ന്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ അവില് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് വേണം. ഇതിലെ മോയ്സ്ചർ പോകാൻ വേണ്ടി ഇതൊന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യിൽ കുറച്ച് നട്ട്സ് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് പിന്നെ പൊട്ടുകടല ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഈ നെയ്യിൽ വറുത്ത് നമുക്ക് ഈ അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ദാ ഇതെല്ലാം നല്ല വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള അവില് വിളയിച്ചത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. താങ്ക് യു.